ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. തിരിച്ച് എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ മോളും മരുമോനും എല്ലാവരും ഒക്കെ വരുമ്പോൾ താമസിക്കാൻ പറ്റിയ സ്പേഷ്യസ് ആയിട്ടൊരു വില്ല ഓൺലൈൻ നോക്കിയപ്പോൾ ഭയങ്കര നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഈ ഐക്ലൗഡ് ഹോംസിൻ്റെ വിൻസ് ഓഫ് ചേഞ്ച് ബുക്ക് ചെയ്തത്. അവിടെ വിദേശത്തിരുന്ന് ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഇൻറ്റീരിയറിനും കുറച്ചൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ഐക്ലൗഡുകാരോട് സംസാരിച്ചപ്പോൾ അവർ അവരുടെ ഇൻറ്റീരിയർ ഡിവിഷൻ ഉണ്ടെന്ന് പറയും. അങ്ങനെ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ ആ കോർഡിനേഷൻ നല്ലതായിരിക്കും. ഇത്രയും കഴിഞ്ഞ് വീട് കൈ കിട്ടിയപ്പോൾ അതായിരുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നുവെച്ചാൽ വളരെ നല്ലവണ്ണം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അവർ ചെയ്തു തന്നു. നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെ പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെ ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് നല്ലതായിരിക്കില്ലേ എന്നുള്ള കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മുടെ ഐഡിയ ഫൈനലി അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല ഡിസൈനേഴ്സ് ഉണ്ട്. അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ വളരെ നല്ലതും വളരെ സ്മൂത്ത് ആയിരുന്നു. അതെനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് കാര്യം നമ്മൾ ഫോണിൽ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അതിന് ഭയങ്കര പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരുന്നു. എന്നിട്ട് വർക്കിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അയ്യോ അത് അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ മാറ്റിയാൽ കൊള്ളാമായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമ്പോൾ പറയാനായിട്ട് ഒട്ടും തന്നെ മടിക്കേണ്ടി ഉണ്ടായിരുന്നില്ല. അത് ആ ഫുൾ അർത്ഥത്തിൽ മനസ്സിലാക്കി പിന്നെന്താ അത് മാറ്റാമല്ലോ എന്ന് പറഞ്ഞാൽ വേണ്ട മാറ്റങ്ങൾ അപ്പോൾ വരുത്തി. അപ്പോഴാണ് നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. 100% സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കണ്ട അവർ അത് മാറ്റാനായിട്ട് ഒരു മടിയും കാണിച്ചില്ല. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വെച്ചാൽ 2 ഷട്ടേഴ്സ് എനിക്കതൊരു വലിയ ഇതൊന്നും കണ്ടില്ല. പക്ഷേ വൈഫ് ഞങ്ങൾ നേരത്തെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പുള്ളിക്കാർ പറഞ്ഞു ഇല്ല ഇത് പോരാ, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്കിത് വേണ്ട. ഒരു വിഷമവും ഇല്ലാതെ അവർ പുതിയ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ നല്ല ഷട്ടേഴ്സ് ഓർഡർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു എക്സംപ്ലറി ആയിട്ടുള്ളൊരു ഇതാണെന്ന് പറയാം. അതുപോലെ തന്നെ ആലുവും, അതായത് കിഴങ്ങും സവാളയൊക്കെ ഇടാനുള്ള ഒരു ക്യാബിൻ, സത്യം പറയാൻ എങ്ങനെയോ ഡിസൈൻ്റെ ഇടയിൽ വിട്ടുപോയി. നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ ഡിസൈനിൽ അവർ എൻട്രി വിട്ടുപോയി, ഞങ്ങളും ചെക്ക് ചെയ്തപ്പോൾ അത് വിട്ടുപോയി. പക്ഷേ ഫൈനലി നമ്മൾ അയ്യോ ഇങ്ങനൊരു സാധനം അത് കംപ്ലീറ്റ് അവർ മോഡിഫൈ ചെയ്ത് നല്ല 2 ഡ്രോയേഴ്സ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രണ്ടിൽ ആ സെയിം ഫേസ് കൊടുത്തിട്ട് അവർ ചെയ്തു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ സ്റ്റാർട്ടിംഗ് ഡേയിലുള്ള അതേ റിലേഷൻഷിപ്പ് ഇപ്പോഴും അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് 100% സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. ഏത് രീതിയിലും ഐസ്കേപ്പ് സ്റ്റാൻഡ്സ് ടോപ്പ്. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ആരുമായിട്ടൊക്കെ നമ്മൾ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടോ എല്ലാവരും വളരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. അത് ഒരു ദേഷ്യവും ഭാവം ഒന്നും അവരുടെ മുഖത്ത് കാണാറില്ല. എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മൾ പറയണ കേൾക്കും. ഞങ്ങൾ രണ്ടുപേരും തന്നെ കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു വേണ്ട രീതിക്ക് തന്നെ വേണം, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അല്ല അത് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല സാറേ, ഇത് ഇത്ര എല്ലാം കഴിഞ്ഞില്ലേ ഇനി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ല. വളരെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഞങ്ങൾക്ക് ഇവരോട് ഏറ്റവും സന്തോഷമുള്ളത്. എന്ന് മാത്രമല്ല അത് പറയുമ്പോഴത്തേക്ക് ഓക്കെ സാർ പിന്നെന്താ സാർ എന്ന് പറഞ്ഞിട്ട് അത് ഫോളോ അപ്പ് ചെയ്യും. അല്ലാതെ അയ്യോ അതിപ്പോൾ എങ്ങനെയാ അങ്ങനെ ഇന്നേ വരെ അവർ പറഞ്ഞു കേട്ടിട്ടില്ല. ആ വർക്കിൻ്റെ റിസൾട്ട് വീട്ടിൽ കാണാനും ഉണ്ട്. ഞങ്ങളും ഈ വീട്ടിലിപ്പോൾ താമസിക്കാൻ വളരെ സന്തോഷമായിട്ടാണ്.